ഈ പ്രശ്നത്തിൽ കേരളത്തിലൊരു പ്രത്യേകതരം പ്രചരണം നടക്കുകയുണ്ടായി. ആ പ്രചരണം ഈ ഇതിനകത്ത് പേര് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും ഇപ്പോൾ ചേർത്തിട്ടില്ലെങ്കിൽ. അത് തെറ്റായ പ്രചരണമാണ്. അത്തരമൊരു രീതിയല്ല സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ തെറ്റായ പ്രചരണം SIR പെട്ടിട്ടില്ലെങ്കിൽ നാട് കടത്തിപ്പോകും എന്നൊക്കെ പറഞ്ഞ് സാധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസും അതിൻ്റെ കേന്ദ്രങ്ങളൊക്കെ പിന്നെ സാധാരണ നിലയിൽ ഇത്തരം വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇത് ചില സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും ഇങ്ങനെ വോട്ടർമാരെ ചേർക്കുന്ന ചില പ്രവണതകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റായ രീതിയിൽ ഇതിനെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ രാഷ്ട്രീയത്തിൽ മതം ഇടപെടരുത്, മതത്തിൻ്റെ പ്രശ്നത്തിൽ രാഷ്ട്രീയം ഇടപെടരുത്. അങ്ങനെ ഇടപെടുമ്പോഴാണ് അതൊരു വർഗീയമായ നിലപാടായി മാറുക. അതുണ്ടാകാൻ പാടില്ല എന്ന നിലപാട്, അതാണ് മതനിരപേക്ഷ നിലപാട്. അതുണ്ടാകാൻ പാടില്ല എന്നതാണ് മതനിരപേക്ഷ നിലപാട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വെള്ളം ചേർത്ത് പോകുന്ന സ്ഥിതി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം ശരിയായ രീതിയിൽ ആളുകൾ മനസ്സിലാക്കി വസ്തുതാപരമായി ഇനിയിപ്പോൾ SIRൽ ഈ തെറ്റായ രീതി ഉണ്ടെങ്കിൽ ആ തെറ്റായ രീതി ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള ചിലപ്പോൾ ബഹുജനപക്ഷവും വേണ്ടി വരും, മറ്റ് നടപടികൾ വേണ്ടി വരും. അങ്ങനെ മുമ്പോട്ട് പോവുക എന്നുള്ള സമീപനമാണ് നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അർജൻസി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് UDF ചർച്ച ചെയ്യുന്നതിനെ പറ്റി പല വാർത്തകളും കേൾക്കുന്നുണ്ട്. LDFനെ പറ്റിയും പല വാർത്തകളുണ്ട്. അത് വസ്തുത വരുന്ന LDFനെ പറ്റി വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനം, ഇത് സംബന്ധിച്ച് വരുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഇതുവരെ വന്ന വാർത്തകൾ. അങ്ങനെ ഒരു ആലോചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് വന്നിട്ടില്ല. ഞാൻ CPMൻ്റെ പ്രതിനിധി കൂടിയാണല്ലോ, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനറാണ്. അപ്പോൾ CPM എന്നുള്ള നിലയിലും CPMനകത്ത് ഇലക്ഷൻ്റെ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചയും നിലപാടുകൾ എടുക്കുക എന്നുള്ളതല്ലാതെ മണ്ഡലം വിഭജനമോ സീറ്റ് വിഭജനമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ, ഏതെല്ലാം മണ്ഡലം ഏതെല്ലാം പാർട്ടിയിലെ ആരെല്ലാം മത്സരിക്കണം, അങ്ങനെ ഒരു ചർച്ച പാർട്ടിക്കകത്ത് ഇതുവരെയും നടന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഒരു പാർട്ടിയും എൻ്റെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അതാണിപ്പോൾ ഉള്ള സ്ഥിതി. അത് അല്ലാതെ വരുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനം ചെയ്താണ്. അതിപ്പോൾ പറയാൻ പറ്റില്ല. അത് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിന് ശേഷമേ പറയൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ ഉത്തരത്തിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പാർട്ടിയോ ഏതെല്ലാം സീറ്റ് എന്നതോ, മുന്നണിക്ക് എത്ര സീറ്റ് എന്നുള്ളതോ അല്ലെ പാർട്ടികൾക്ക് എത്ര സീറ്റ് എന്നുള്ളതോ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്ത് തീരുമാനിക്കാത്തിടത്തോളം കാലം അത് സംബന്ധിച്ചൊരു അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ. അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതാണിപ്പോൾ ഉള്ളത്. അല്ല, ഞാനും പറഞ്ഞതിൽ അധികം അവസരമൊക്കെ ഉണ്ട്. അല്ല, അത് അവർ പറഞ്ഞോട്ടെ. ആർക്കും സീറ്റ് ചോദിക്കുന്നതിനും സീറ്റ് ആവശ്യപ്പെടുന്നതിനൊന്നും നമുക്കിപ്പോൾ തർക്കമൊന്നുമില്ലല്ലോ. ചിലർ തീരുമാനിച്ചെന്ന് പറഞ്ഞ വാർത്ത വന്നിട്ടുണ്ട്. അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ ബാധകമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ അത് ബാധകമാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് പാർട്ടി ഒരാളെ കുറിച്ചും എവിടെയും ആലോചിച്ചിട്ടില്ല, തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുക്കുമ്പോഴാണ് പാർട്ടി തീരുമാനം എന്നതാണെന്ന് പറയാൻ കഴിയും. UDF മുന്നോട്ട് പോകുന്നതിനെന്താ? അതിന് നമുക്കെന്താ തടസ്സം? നമുക്കതിലൊരു ബേജാറുമില്ല, ഒരു വേവലാതിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് ഞാൻ പല ഘട്ടങ്ങളിലായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അത് അടയാനും പോകുന്നില്ല. മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവർക്കെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറാം. വർഗീയമായ നിലപാട് സ്വീകരിക്കുന്ന ആർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് സ്ഥാനമില്ല. എന്നാൽ മതനിരപേക്ഷ നിലപാടെടുക്കുന്ന പാർട്ടികൾക്കെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ, രാഷ്ട്രീയമായി സഹകരിക്കാൻ തയ്യാറുള്ള ആളുകൾക്കെല്ലാം മുന്നണിയിൽ വരുന്നതിനും മുന്നണിയുടെ ഭാഗമായി മാറുന്നതിനുള്ള ഒരു തടസ്സവും ഇപ്പോഴില്ല. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അത്തരമൊരു അഭിപ്രായം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ
തീർച്ചയായും അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും. അതാണ് പൊതുവെ ഞങ്ങളുടെ നിലപാട്.